മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ. പശുക്കടത്ത് ആരോപിച്ചും മാംസം കൈവശം വെച്ചു എന്നാരോപിച്ചും നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. കന്നുകാലികളെ അറുക്കുന്നതിനെ എതിർക്കുന്ന ഗോമാതാവിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ കൂട്ടാളികൾ തന്നെയാണ് രാജ്യത്തു നിന്ന് മാംസം കയറ്റി അയക്കുന്നതിൽ ഏറ്റവും മുന്നിലുള്ളത് എന്നത് മറ്റൊരു വസ്തുതയാണ്. ഗോമാതാവിന് വേണ്ടി എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ജീവനെടുക്കുന്നവരുടെ യഥാർത്ഥ മുഖം കാണിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്നത്. കർണാടക ഹുബ്ലിയിൽ സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞുവെച്ച 5 ലക്ഷം രൂപ വിലമതിക്കുന്ന കന്നുകാലികളെ SDPI പ്രവർത്തകർ ഇടപെട്ടാണ് മോചിപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണക്കാട് മെദാൻ ഫാമിലേക്ക് ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന കന്നുകാലികളെ 3 മാസം മുൻപാണ് ഹുബ്ലിയിൽ വെച്ച് ഗോസംരക്ഷകർ തടഞ്ഞത്. വണ്ടിയുടെ ഡ്രൈവറെയും സഹായിയെയും ക്രൂരമായി മർദ്ദിച്ച് കന്നുകാലികളെ പോലീസിന്റെ സഹായത്തോടെ മറ്റൊരു ഗോശാലയിലേക്ക് മാറ്റി. കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഇത്തരത്തിലൊരു ശ്രമം, മറിച്ച് ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ കന്നുകാലികളെ ഉടമസ്ഥർക്ക് നൽകാം എന്നതായി ഇവരുടെ ഭാവം. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അധികാരികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് വേങ്ങര സ്വദേശിയായ ഫാമിന്റെ ഉടമ ഷാജഹാൻ പറയുന്നത്. കന്നുകാലികളെ ഉടമയ്ക്ക് വിട്ടു നൽകണമെന്ന കോടതിയുടെ വിധിയുമായി പിന്നീട് ഹുബ്ലിയിൽ എത്തിയപ്പോഴും ഗോസംരക്ഷകർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും കോടതി ഉത്തരവ് കീറിക്കളഞ്ഞ് കന്നുകാലികളുടെ ഉടമസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തു. അപ്പോഴും അധികാരികൾ നോക്കുകുത്തികളായി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഉടമകൾ SDPI പ്രവർത്തകരുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. പുത്തനത്താണിയിലെ SDPI പ്രവർത്തകർ ഈ വിഷയം നേതൃത്വത്തിലേക്ക് എത്തിക്കുകയും കർണാടകയിലെ SDPI പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ ആദ്യം കന്നുകാലികളെ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഗോസംരക്ഷകരോട് ഒന്ന് കടുപ്പിച്ചപ്പോൾ എല്ലാം മയത്തിലാവുകയായിരുന്നു. മന്ത്രി സുനിൽകുമാർ ഇടപെട്ടിട്ട് പോലും പരിഹാരം കാണാൻ കഴിയാത്ത വിഷയത്തിൽ SDPIയുടെ ഇടപെടൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പിന്നെ SDPIയുമായി ബന്ധപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഫേസ്ബുക്കുമായി മുബാറക് പുത്തനത്താണിയെ ബന്ധപ്പെടുകയും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുബാറക് പുത്തനത്താണി ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങുകയും അഡ്വക്കേറ്റ് KC നസീറും മുബാറക്കും അടങ്ങുന്ന ഒരു സംഘം ഈ ഹുബ്ലിയിലുള്ള ഫാം സന്ദർശിക്കുകയും ഇവരുമായിട്ട് നമ്മളുടെ SDPI പിന്നെ ഹുബ്ലി ഘടകവുമായും കർണാടകയിലുള്ള അഡ്വക്കേറ്റ്സുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ കന്നുകാലികളെ ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കാണാനെങ്കിലും കഴിയുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.